നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പ്രേക്ഷകർക്ക് തന്നെ നേരിട്ട്, അതിനും ഈ പരിപാടിയിൽ അവസരമുണ്ടെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ. അപ്പോൾ നേരിട്ട് ഇനി ജനകീയ വിഷയങ്ങളിലേക്ക് 24 ഇറങ്ങിച്ചെല്ലുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂറിൽ നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് വിളിച്ച് ഈ പരിപാടിയിൽ ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ അത്തരം വിഷയങ്ങൾ എത്തിക്കും. 0484-283-0510 എന്ന ഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ച് നാട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കാം. ഒപ്പം ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ വാട്സാപ്പ് വഴി ഞങ്ങളിലേക്ക് എത്തിക്കാം. അതിനും അവസരമുണ്ട്. 6235-968937 ഈ നമ്പറിൽ പ്രേക്ഷകർക്ക് വാട്സാപ്പ് വഴി ദൃശ്യങ്ങളോ വാർത്തകളോ ഒക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഇന്ന് കേന്ദ്ര ബജറ്റായിരുന്നു. കേരളത്തിന് എന്ത് കിട്ടി ഈ ബജറ്റിൽ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ആശ്വാസത്തിന് വകയില്ല എന്നുള്ളതാണ് ഉത്തരം. കേരളം നേരത്തെ സമർപ്പിച്ച 14 ആവശ്യങ്ങളിൽ ഒന്നുപോലും ഈ ബജറ്റിൽ ഇടം പിടിച്ചില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും കേരളം കാത്തിരുന്ന എയിംസും ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആവശ്യപ്പെട്ട 24,000 കോടിയുടെ പ്രത്യേക പാക്കേജും കിട്ടിയില്ല. നിരന്തര അവഗണന സംസ്ഥാനം നേരിടുന്നുവെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ആരോപിച്ചു. പൊളിറ്റിക്കൽ ഗിമ്മിക് കാണിക്കുന്നത് ആകരുത് ബജറ്റ് എന്ന സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വിമർശനം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. വയനാടിനായുള്ള പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പ്രതീക്ഷകളാണ് മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ തകർന്നു വീണത്. കേരളത്തോടുള്ള അവഗണന ഈ ബജറ്റിലും ആവർത്തിച്ചുവെന്നാണ് പ്രതിപക്ഷവും പ്രതികരിക്കുന്നത്. കാലാകാലങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളോട് ഈ ബജറ്റ് മുഖം തിരിക്കുന്നു. സാമ്പത്തിക പിരിമുറുക്കം മറികടക്കാൻ 24,000 കോടിയുടെ പാക്കേജ്, ഇതായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. അതിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പാക്കേജിലേക്ക് കേരളം സഹായം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുമില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പാക്കേജ്, എയിംസ് തുടങ്ങിയ ആവശ്യങ്ങളും പരിഗണിച്ചില്ല. വിദ്യാഭ്യാസ മേഖലയിലടക്കം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നേട്ടമാകില്ലെന്നും വിലയിരുത്തൽ. വിദ്യാലയങ്ങളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളം നേരത്തെ നടപ്പാക്കിയതാണ്. കേരളത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്. അതിനകത്തൊന്നും പറഞ്ഞില്ല. ഇതിങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് കേരളം നേടിയ പുരോഗതി മുൻനിർത്തി ശിക്ഷിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുയർത്തി. നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. IIT-കളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് IIT-ക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ഏക ആശ്വാസം. സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുടനീളമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതുമാത്രമല്ല, കേരളവും കേന്ദ്രവും തമ്മിലുള്ള മറ്റൊരു തുറന്ന പോരിനുകൂടിയാണ് ബജറ്റിലൂടെ കളമൊരുങ്ങുന്നത്. R. അച്യുതൻ, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. കേന്ദ്ര ബജറ്റിൽ അപ്പോൾ വലിയ നിരാശയാണ് കേരളത്തിന് എന്ന് പറയേണ്ടി വരും. സംസ്ഥാനം ആവശ്യപ്പെട്ടതൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. കേരളത്തോടുള്ള അവഗണനയിൽ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ നോക്കാം. കേന്ദ്ര ബഡ്ജറ്റ് തീർത്തും കേരളത്തോടെ തീരാത്ത അവഗണനയാണ്. ഒരിക്കലും ഇങ്ങനൊരു ബഡ്ജറ്റല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. വളരെ രാഷ്ട്രീയമായ ബീഹാറിനെ അതുപോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വല്ലാതെ പോരുത്തുമ്പോഴും കേരളത്തോടെ ഒരു പ്രത്യേക തരത്തിലുള്ള അവഗണന. മിച്ചം ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അളവ് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം അവഗണിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ. കേരളത്തിന് എന്ത് പ്രത്യേകിച്ച് പറയത്തക്ക എന്ത് കിട്ടി? ഒന്നുമില്ലല്ലോ. കേരളത്തിന് അവഗണനയല്ല, പിന്നെ വേറെ എന്തുണ്ട്? എപ്പോഴും ഇവിടെ ഇങ്ങനെയാണല്ലോ. ഒരു വിഭാഗം ആൾക്കാർക്ക് അമിതമായ ശമ്പളം, അമിതമായ വരുമാനം, ഇതൊക്കെ ഉണ്ട്. പാവപ്പെട്ട ജനങ്ങൾ ഉൾനാടൻ പ്രദേശങ്ങളിലോട്ടൊക്കെ ചെന്ന് നോക്കണം. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന്. ഏറ്റവും വലിയൊരു റിലീഫ് ഇൻകം ടാക്സിന്റെ ഒരു റിലീഫാണ്. 12 ലക്ഷം വരെ ഒഴിവാക്കിയത് മിഡിൽ ക്ലാസ്സിന് വലിയൊരു റിലീഫാണ്. അത് പക്ഷേ പുതിയ ടാക്സ് റെജീമിനെ അത് ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതൊരു നല്ല ബെനിഫിറ്റാണ്. അല്ലാതെ കേരളത്തിന്
വലുതായിട്ട് കിട്ടിയതായിട്ട് തോന്നുന്നില്ല. കേരളത്തിനോട് പണ്ടേ അവഗണനയാണല്ലോ, നല്ലൊരു ബഡ്ജറ്റായിട്ട് തോന്നല്ല. ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള നിലയ്ക്ക് എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ, നമ്മൾ ഫെഡറൽ യൂണിറ്റ് അല്ലേ, അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ പ്രാതിനിധ്യം കൊടുക്കണം. അതില്ല എങ്കിൽ കഷ്ടമാണ്. കേരളത്തിനോട് ഒരു പ്രത്യേക മുൻഗണന അവർ വയനാട്ടിൽ നടന്ന ദുരന്തത്തിലൊക്കെ കാണിക്കേണ്ടതാണ്. പാർഷ്യാലിറ്റി വരുമല്ലോ, അവരുടേതായ രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ബഡ്ജറ്റിലാണ് രാഷ്ട്രീയം ഉണ്ടതുകൊണ്ട് നമ്മൾ കേരളത്തിനോട് ശരിക്കും ഒരു അവഗണനയാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ ഗുണങ്ങളും കിട്ടും, ജനങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത്ര ഉപകാരപ്രദമാണ്, സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ബഡ്ജറ്റാണ് പറഞ്ഞിടത്തോളം. ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് ഉള്ള ഒരു തന്ത്രം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റ്. കേരളം അവഗണിക്കപ്പെട്ടു ബജറ്റിൽ എന്ന് ഒട്ടേറെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ കമൻറ്റുകളും അത്തരത്തിൽ വരുന്നുണ്ട്. ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയരുത്, അവഗണന കിട്ടിയില്ലേ എന്നാണ് നിഷ എൻ എഴുതുന്നത്. ആ കേന്ദ്ര അവഗണനയെ പരിഹസിച്ചുകൊണ്ട് 4 എന്ന അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നത്: മാധ്യമങ്ങളുടെ വിഷലിപ്തമായ നിലപാട് കേരളത്തിനൊരു പ്രതിസന്ധിയാണ് എന്നുള്ളതാണ്. എന്താണ് ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോൾ വരുന്നൊരു റിപ്പോർട്ടിലേക്ക് ഇനി പോവുകയാണ്. കൂത്താട്ടുകുളം സംഘർഷത്തിൽ CPIM നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉൾപ്പെടെ 5 നേതാക്കൾക്കാണ് ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂത്താട്ടുകുളത്ത് ഈ തെരഞ്ഞെടുപ്പിന് ഇടെ സംഘർഷമുണ്ടായതുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ എന്നിവരടക്കം 5 നേതാക്കൾക്കാണ് ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കലാരാജനെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിലാണ് ജാമ്യം. കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. ശരി, എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. നമ്മുടെ ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ബാലരാമപുരത്തെ ആ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ജോത്സ്യൻ ദേവിദാസിന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീതു ആവർത്തിച്ചു. കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവരുന്ന പുതിയ വിവരങ്ങളിൽ ഒന്ന്. 2.5 വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകത്തിൽ അവ്യക്തത തുടരുകയാണ്. മൊഴികളിലെ വൈരുദ്ധ്യവും പ്രതിയുടെ മാനസിക നിലയും പോലീസിനെ കുഴപ്പിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീതു. പല ഘട്ടങ്ങളിലായി ജോത്സ്യൻ പ്രദീപിന് പണം നൽകി. നേരിട്ടാണ് പണം നൽകിയതെന്നും ശ്രീതു മൊഴി നൽകി. വിശദ പരിശോധനയ്ക്ക് പ്രദീപിനെ ഇന്നും ബാലരാമപുരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന പ്രദീപ്. 1% പോലും അവർ പറഞ്ഞ ആ ആരോപണത്തിൽ കഴമ്പില്ല. ഇതാരോ ഈ കുട്ടിയെ കൊണ്ട്, ഈ സ്ത്രീയെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കാം. ഏതോ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. കാരണം ആ കുട്ടി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ എന്നോട് വളരെ ഭവ്യതയെ മാത്രമേ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി പിൻവലിക്കണം, ഇത്ര രൂപ തരണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഹരാസ് ചെയ്യാമെന്ന് ഒരു വിചാരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കൊലപാതകം നടന്ന വീട്ടിൽ ഇന്ന് വീണ്ടും പോലീസ് എത്തി പരിശോധന നടത്തി. ഹരികുമാറിന് സഹോദരിയോടുള്ള വ്യക്തിവിരോധത്തിനപ്പുറത്തെ കൊലപാതക കാരണങ്ങൾ ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അടുത്ത കാലത്തുണ്ടാകുന്ന ചില സംഭവങ്ങൾ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നെന്മാറയിൽ അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. നേരത്തെ ലന്തൂരിൽ ഉണ്ടായ നരബലി, അങ്ങനെ അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ഉദാഹരണങ്ങളായി. എന്നിരുന്നാലും അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ പാസ്സാക്കുന്നതിൽ സർക്കാർ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നു എന്ന വിമർശനം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത്തരം സംഭവവികാസങ്ങൾ വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിലും
സമീപകാലത്ത് കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളുടെയും വിവാദ സമാധിയുടെയും ദൃശ്യങ്ങളാണ് ഇത്. പാലക്കാട് നെന്മാറയിൽ 3 പേരെ കൊലപ്പെടുത്തിയത് ചെന്താമരയെന്ന നരാധമൻ. കൊലയിലേക്ക് നയിച്ചത് അന്ധവിശ്വാസം. തന്റെ കുടുംബം തകർത്തത് മുടി വളർത്തിയ സ്ത്രീയെന്ന ഏതോ മന്ത്രവാദിയുടെ വാക്കുകൾ. ജീവന് കൂടോത്രം ഭീഷണി എന്ന വിശ്വാസം. 5 വർഷം മുൻപ് യുവതിയെയും ജാമ്യത്തിലിറങ്ങിയ ശേഷം യുവതിയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തി. നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ടത് 2.5 വയസ്സുള്ള കുഞ്ഞ്. കിണറ്റിലെറിഞ്ഞു കൊന്നത് മാതൃസഹോദരൻ. ജോത്സ്യന്റെ വാക്കുകളാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് സൂചന. കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇവിടെയും വില്ലനായത് അന്ധവിശ്വാസം തന്നെയെന്ന് തെളിയുന്നു. പത്തനംതിട്ട ഇലന്തൂരിലെ 2 സ്ത്രീകളുടെ നരബലി. കൊല്ലം ഓയൂരിൽ മന്ത്രവാദിയായ ഭർത്താവ് യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയത്. ഇടുക്കി കമ്പകത്താനത്ത് മന്ത്രവാദ സിദ്ധി ലഭിക്കാൻ സഹായിയും കൂട്ടാളിയും നടത്തിയ 4 കൊലപാതകങ്ങൾ. മരണാനന്തര ജീവിതത്തെപ്പറ്റിയുള്ള വിശ്വാസത്തിൽ അരുണാചൽ പ്രദേശിൽ മരിച്ചത് 3 അഭ്യസ്തവിദ്യരായ മലയാളി ചെറുപ്പക്കാർ. ഇത് സമീപകാലത്തെ മാത്രം കണക്കുകൾ. അതിനു മുൻപുമുണ്ടായിട്ടുണ്ട്. ആഭിചാരവും കൊലപാതകങ്ങളുമെല്ലാം അന്ധവിശ്വാസത്തിന്റെ മാത്രം പേരിൽ. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലുമൊക്കെ മുൻപന്തിയിലാണ് കേരളമെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ടും അന്ധവിശ്വാസങ്ങൾക്കെതിരായ ബില്ല് അവതരിപ്പിക്കാൻ പോലും നാം ശ്രമിച്ചിട്ടില്ല. മഹാരാഷ്ട്രയും കർണാടകയും അസമും ബീഹാറും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമങ്ങൾ പാസാക്കി. എന്നിട്ടും കേരളം അനങ്ങിയില്ല. 2006-2011 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ സമയത്തും 2014 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും ബില്ല് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ 2019 ഒക്ടോബറിൽ തയ്യാറാക്കിയ ദുർമന്ത്രവാദ ആഭിചാരക്രിയ തടയൽ ബിൽ ഇനിയും ഇരുട്ടറയിൽ തന്നെ. ദുർമന്ത്രവാദം പോലുള്ള കുറ്റങ്ങളിൽ കോടതി ശിക്ഷിച്ചവരുടെ പേരും കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങളും പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തണമെന്നും ദുർമന്ത്രവാദത്തിന്റെ പ്രശ്നങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവത്കരിക്കണമെന്നും ബില്ലിലുണ്ട്. 1 വർഷം മുതൽ 7 വർഷം വരെ തടവും 5000 മുതൽ 50,000 വരെ പിഴയും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. 2018 PT തോമസും 2021 KD പ്രസേനനും കൊണ്ടുവന്ന സ്വകാര്യ ബില്ലുകളും നിയമസഭ ചർച്ച ചെയ്തില്ല. അന്ധവിശ്വാസ കൊലപാതകങ്ങൾ തുടരുമ്പോഴും സർക്കാരിൽ നിന്ന് ബില്ലിൽ കാര്യമായ പ്രതികരണമില്ല. ബില്ല് നിയമവകുപ്പിന്റെ കൈവശം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. വകുപ്പിന്റെ അഭിപ്രായത്തിന് ശേഷം സർക്കാർ നടപടികളിലേക്ക് കടക്കുമെന്നും ഓഫീസ് അറിയിക്കുന്നു. ബില്ലിൽ പൊതുജനാഭിപ്രായം അറിയിക്കാൻ നോട്ടിഫൈ ചെയ്യുമെന്നാണ് നിയമമന്ത്രി P. രാജീവ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. അന്ധവിശ്വാസം തുടച്ചു നീക്കണം എന്ന പ്രതികരണം സുജാത എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കർണാടകയിൽ ഈ ബില്ല് പാസ്സാക്കിയതാണ്. മഹാരാഷ്ട്ര ഇതുമായി ബന്ധപ്പെട്ട നിയമമൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ കേരളം എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. എന്ത് നിയമങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ബോധവൽക്കരിക്കണം ആൾക്കാരെ, അത്രേ പറ്റുള്ളൂ. പക്ഷേ എല്ലാത്തിനും ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയില്ല. ചിലപ്പോൾ ഒരു മന്ത്രവാദമൊന്നോ അതൊന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ബേസിൽ എല്ലാ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കൊലപാതകവും കാര്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനെ തടയണം. തടയില്ല, നല്ല ശിക്ഷയില്ല ഇവിടെ, അതാണ് ഒന്നാമത്തെ കാര്യം. എന്ത് ചെയ്താലും 3 ദിവസം കഴിയുമ്പോൾ അവർ ഇറങ്ങയില്ലേ. പിന്നെ എന്താണ് നല്ല ശിക്ഷ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നല്ല ശിക്ഷ കൊടുത്താൽ അതിനുള്ള പ്രതിവിധി കിട്ടും. നിയമം വരണം. കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ ഇങ്ങനെ ചെയ്യണതിന് പ്രത്യേകിച്ച് വരണം. ജയിലിൽ നിന്ന് ചാടണോണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. ഇതിനെ എതിർക്കാൻ ഒരു നിയമം വേണം, അത് ആരും അംഗീകരിക്കത്തില്ലല്ലോ. നിയമം പാസ്സാക്കണം, എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം. നമുക്കൊരിക്കലും അതിനെ റിലീജിയൻസിന്റെ പേരിൽ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു വിശ്വാസമോ അങ്ങനത്തെ ഒരു ബില്ല് കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല. അന്ധവിശ്വാസങ്ങളിൽ ഒരു മിത്തായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അതിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതൊരിക്കലും സാധിക്കില്ല. അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. അത് നിയമത്തിന് എന്തായാലും മാറ്റിമറിക്കാൻ പറ്റും തോന്നുന്നില്ല ഒരിക്കലും. വിശ്വാസങ്ങളൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെ ഒരു നിയമം കൊണ്ട് പാലിക്കാൻ കഴിയാം? ഒരിക്കലുമില്ല.
കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നുള്ള തരത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. സാധാരണക്കാർക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ് ബജറ്റെന്ന് PMA സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നു. കേന്ദ്ര ബജറ്റ് പണക്കാരെ സേവിക്കുന്നുവെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി. രാജിവെച്ച പാർട്ടി MLAമാർ BJPയിൽ ചേർന്നു. അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, രാജിവെക്കുക മാത്രമല്ല ഇപ്പോൾ BJPയിൽ ചേരുകയും ചെയ്തിരിക്കുന്നു അവർ. എന്തൊക്കെയാണ് വിവരങ്ങൾ? 8 പേരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടി MLAമാരായിരുന്ന 8 പേർ രാജിവെച്ചിരുന്നു. അവരൊക്കെ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെയാണ് ഈ 8 MLAമാർ ആം ആദ്മി പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ആം ആദ്മിക്ക് വലിയ തിരിച്ചടിയാണ് ഈ MLAമാർ കൂട്ടരാജിവെച്ചതോടെ ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ ഈ MLAമാർ BJPയിൽ ചേർന്നേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ആ അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ഈ 8 MLAമാരും ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു തിരിച്ചടി ആം ആദ്മിക്ക് രാജ്യ തലസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നു. ഭാവന ഗൗർ, രോഹിത് മെഹ്റൗലിയ, രാജേഷ് ഋഷി, മദൻലാൽ, നരേഷ് യാദവ് തുടങ്ങിയ പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ MLAമാരാണ് ഇന്നലെ രാജിവെച്ചത്. അവരവരുടെ രാജിക്കത്തിൽ പരാമർശിച്ചതെന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയിനും മേലുള്ള വിശ്വാസം നഷ്ടമായി എന്ന പരാമർശത്തോടു കൂടിയായിരുന്നു ഈ രാജിക്കത്ത് പാർട്ടിക്ക് നൽകിയത്. അതിനൊടുവിൽ ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ BJP സ്ഥാനാർത്ഥികൾക്കായി ഇവർ പ്രചരണ രംഗത്തിറങ്ങും എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇത്തവണ സീറ്റ് നിഷേധിച്ചതിലെ അതൃപ്തിയാണ് ഈ കൂട്ടരാജിക്ക് പിന്നിലെന്നുള്ള വിവരമാണ് ഇന്നലെ ഈ രാജിക്ക് പിന്നാലെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ആ സീറ്റ് നിഷേധിച്ച 8 MLAമാരും ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. നാളെ മുതൽ BJP സ്ഥാനാർത്ഥികൾക്കായി ഈ നേതാക്കൾ പ്രചാരണത്തിനിറങ്ങും. ഉന്മേഷ്, അങ്ങനെ ആം ആദ്മിക്ക് ഇരട്ട പ്രഹരം ഡൽഹിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ആ MLAമാരൊക്കെ കൂട്ടത്തോടെ BJPയിൽ ചേരുമ്പോൾ ഇപ്പോൾ ദിലീപ് PC ഒരു കാര്യം പറയുന്നുണ്ട്. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നുള്ള നിരന്തര വിമർശനം വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരുപാട് ബീഹാറികൾ ജോലി ചെയ്യുന്ന സംസ്ഥാനമെന്ന പരിഗണനയെങ്കിലും നൽകി കേരളത്തിന്റെ കുറച്ചാവശ്യമെങ്കിലും ബജറ്റിൽ പരിഗണിക്കാമായിരുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. വാരിക്കോരി ബീഹാറിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബീഹാറിന് നൽകിയിരിക്കുന്നു. ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ കൂടി ബീഹാറിനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ അത്തരമൊരു കമന്റ് ഇപ്പോൾ വരുന്നതും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജന കഴുതില്ല ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ നൽകിയ റിപ്പോർട്ടുകൾക്ക് ആയി ബന്ധപ്പെട്ടിപ്പോൾ പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാക്ഷര കേരളത്തിൽ അന്ധവിശ്വാസം ഒളിത്താവളമാക്കിയ മനസ്സുകൾ ഇപ്പോഴും ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ബോധവൽക്കരണം തന്നെ വേണം എന്നാണ് പ്രദീപ് കുമാർ പറയുന്നത്. തൃശൂർ കെടി കുവൈറ്റ് എന്നാണ് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അവഗണന എന്നുള്ള വിഷയത്തിലൊക്കെ ഒട്ടേറെ പ്രേക്ഷക പ്രതികരണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ പ്രതികരണങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കൊക്കെ വിമർശനം ആ കമ്മിറ്റികളിലൊക്കെ പ്രേക്ഷകർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് CSR ഫണ്ടിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. 9 കോടിയോളം രൂപയാണ് കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണൻ തട്ടിയത്. CSR ഫണ്ട് ഉണ്ടെന്നും പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്നും പറഞ്ഞ് പണം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. യഥാർത്ഥ വിലയുടെ പകുതി തുകയടച്ചാൽ സ്കൂട്ടറുകൾ ലഭ്യമാകുമെന്ന പരസ്യ ബോർഡുകൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അതായത് 1 ലക്ഷം രൂപയാണ് സ്കൂട്ടറിന്റെ വിലയെങ്കിൽ 50,000 അടച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ സ്കൂട്ടർ എത്തും എന്നാണ് പദ്ധതി. പക്ഷേ ഇതൊരു തട്ടിപ്പായിരുന്നു. CSR ഫണ്ട് എന്ന വ്യാജേന അനന്തു കൃഷ്ണൻ എന്ന ഇടുക്കി സ്വദേശി നടത്തിയ ഒരു വലിയ തട്ടിപ്പ്. ആദ്യം പണമടച്ച ചിലർക്ക് സ്കൂട്ടർ ലഭിച്ചു. ഇങ്ങനെയാണ് ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയത്. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. മൂവാറ്റുപുഴയിൽ മാത്രം 9 കോടിയുടെ തട്ടിപ്പ് നടന്നു. രാഷ്ട്രീയ നേതാക്കളുടെ ഉറപ്പിൽ പണം നൽകിയ ആളുകൾ പോലും ഇക്കൂട്ടത്തിലുണ്ട്. സീഡ് സൊസൈറ്റിയുടെ പ്രൊമോട്ടർമാർ വഴിയാണ് ഞാൻ പൈസ അടച്ചത്. പകുതി വിലയ്ക്ക് വാഹനം കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൈസ അടിച്ചു. 56,000 രൂപയാണ് അടച്ചത്. അത് ജൂൺ മാസത്തിലാണ് പൈസ അടച്ചത്. അപ്പോൾ സെപ്റ്റംബർ 30-നകം വണ്ടി തരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കിട്ടാത്തോണ്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിസംബർ ആകുമ്പോഴത്തേക്കും തരുമെന്ന് പറഞ്ഞു. മൂവാറ്റുപുഴ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരുന്നു. മൂവാറ്റുപുഴ സ്വദേശിനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം. പിന്നാലെയാണ് അനന്തുകൃഷ്ണന്റെ അറസ്റ്റ്. അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഇല്ലാത്ത കമ്പനികൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച ഇയാൾ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കും. ഈ അക്കൗണ്ടുകൾ വഴിയാണ് തട്ടിപ്പ് തുക
വകമാറ്റിയിരുന്നത്. അതായത് 100 പേരിൽ നിന്ന് 50,000 രൂപ വീതം വാങ്ങും. ഈ സ്കൂട്ടറും അതോടൊപ്പം തന്നെ മറ്റ് ഗൃഹോപകരണങ്ങളൊക്കെ പകുതി വിലക്ക് നൽകാൻ വേണ്ടിയാണ് 50,000 രൂപ വാങ്ങുന്നത്. അപ്പോൾ തന്നെ അത് ഏകദേശം 50 ലക്ഷം രൂപയായി മാറും. 100 പേരിൽ നിന്ന് 50,000 വാങ്ങുമ്പോൾ അത് 50 ലക്ഷമായി മാറുന്നു. ഇതിലൊരു 30 പേർക്ക് അയാൾ സ്കൂട്ടർ വാങ്ങി നൽകും. ബാക്കി ആളുകളുടെ പണം ഇയാൾ സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റി ഉപയോഗിക്കുന്നതായിരുന്നു രീതി. അതായത് ഒരു റോളിംഗ് പ്രോസസ്സിലൂടെ ആളുകളെ പറ്റിക്കുക, വിശ്വാസം നേടിയെടുത്ത് പറ്റിക്കുന്ന ഒരു കൺവിൻസിംഗ് സ്റ്റാർ ആയിരുന്നു അനന്തുകൃഷ്ണൻ എന്ന് പോലീസ് പറയുന്നു. തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ കുറച്ചുപേർക്ക് പണം തിരികെ നൽകി. 30,000-ഓളം പേർക്ക് ഇനിയും സ്കൂട്ടർ ലഭിക്കാനുണ്ട്. നാണക്കേട് കാരണം പലരും പരാതി പറയാൻ തയ്യാറല്ല. ഇത് ഞങ്ങളുടെ പോസ്റ്ററൊക്കെ കണ്ട് ഞങ്ങളെ വിളിക്കുകയും അനന്തകൃഷ്ണനെ വിളിക്കുകയും ചെയ്ത ആളുകൾക്ക്, കുറച്ച് ആളുകൾക്ക് ഏകദേശം 1350 ആളുകളിൽ 140ഓളം ആളുകൾക്ക് റീഫണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് വലിയ പ്രതിഷേധം വരുമ്പോൾ എവിടെയെങ്കിലും ഒരു യോഗം വിളിച്ച് ചേർത്തിട്ട് 5-6 വണ്ടി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രതിക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. പകുതി വിലക്ക് സ്കൂട്ടർ വിൽപ്പന നടത്തിയ രാഷ്ട്രീയക്കാരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പോകുന്നത് ഏലം കർഷകരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ഏലം കർഷകർക്കുള്ള നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കാൻ കൃഷിമന്ത്രി നടത്തിയ ഇടപെടലും ഫലം കണ്ടില്ല. കഴിഞ്ഞ വേനലിലെ ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞുണങ്ങിയ ഏലകൃഷിക്ക് പ്രഖ്യാപിച്ച 10 കോടി രൂപയുടെ സഹായം എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് ജനുവരി 2 നൽകിയ ഉറപ്പിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നുള്ള സഹായം 2 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നായിരുന്നു മന്ത്രി അന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ഇതുവരെയും ആ നഷ്ടപരിഹാരം കർഷകർക്ക് കിട്ടിയിട്ടില്ല. ഉഷ്ണതരംഗത്തിൽ ഏലച്ചെടികൾ നശിച്ച് കൃഷിനാശം സംഭവിച്ച ഇടുക്കി ജില്ലയിലെ കർഷകർക്കുള്ള നഷ്ടപരിഹാരം എപ്പോൾ വിതരണം ചെയ്യുമെന്ന ചോദ്യത്തോടായിരുന്നു കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം. കൃഷിവകുപ്പിൽ നിന്നല്ല ഏലച്ചെടികൾക്കുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത്, മറിച്ച് ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നാണ്. ആ വകുപ്പിൽ അന്വേഷിച്ച ശേഷമാണ് കൃഷിമന്ത്രി പി പ്രസാദ് 24നോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ജനുവരി 2 കൃഷിമന്ത്രി പി പ്രസാദ് 24 വാർത്തയ്ക്ക് നൽകിയ പ്രതികരണം ഇനി കാണാം. അത് വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം നമുക്ക് വരുന്ന ചില കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള ചില പ്രയാസങ്ങളാണ്. അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോഴപ്പോൾ തന്നെ ഇതെല്ലാം കർഷകർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണ്. ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങും. നഷ്ടപരിഹാരം 2 ദിവസങ്ങൾ ലഭിക്കുമെന്ന മന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം വന്നിട്ട് 1 മാസം കഴിഞ്ഞു. എന്നിട്ടും നഷ്ടപരിഹാര വിതരണം ദുരന്ത നിവാരണ വകുപ്പിലെ ഫയൽ നീക്കത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. കൃഷിമന്ത്രി നേരിട്ടിടപെട്ടിട്ടും അഴിക്കാനാവാത്ത ഈ കുരുക്കാണ് കൃഷി ഉപജീവനമാർഗമായ കർഷകർക്ക് വിനയാകുന്നത്. സമാനതകളില്ലാത്ത നഷ്ടമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇടുക്കിയിലെ ഏല കർഷകർ നേരിട്ടത്. നട്ടുനനച്ച് പരിപാലിച്ചു പോന്ന വരുമാന സ്രോതസ്സായ ഏലച്ചെടികളെല്ലാം ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞു. വിളവെടുപ്പ് കാലത്തെ നാശനഷ്ടം കർഷകരുടെ നടുവൊടിച്ചു. എല്ലാം നശിച്ച കർഷകർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് സർക്കാർ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. പ്രകൃതി ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന് കീഴിലുള്ള ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് പണം അനുവദിക്കേണ്ടത്. ആ തീരുമാനമാണ് ഇനിയും നടപ്പാകാത്തത്. കഴിഞ്ഞ വേനലിലെ കൃഷിനാശത്തിലുള്ള ആശ്വാസധനമാണ് ഈ വർഷം വേനലായിട്ടും നൽകാൻ കഴിയാത്തത്. ഈ സ്ഥിതി തുടർന്നാൽ എങ്ങനെയാണ് കർഷകർ കൃഷിയിൽ തുടരേണ്ടത്? സർക്കാർ തന്നെ ഉത്തരം പറയട്ടെ. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കർഷകരെ മറക്കരുത്. കൃഷിമന്ത്രി പ്രഖ്യാപിച്ച സഹായമാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട തുക ലഭ്യമാക്കേണ്ടതാണ്. അതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മലപ്പുറം മേലാറ്റൂരിൽ കുഴൽപ്പണ വേട്ട. വാഹനത്തിൽ കടത്തുകയായിരുന്ന 75 ലക്ഷത്തോളം രൂപ പോലീസ് പിടികൂടി. മഞ്ചേരി സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ നിന്നാണ് ഈ പണം പിടികൂടിയത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഇത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എത്തിച്ച പണമാണ്? പോലീസ് എന്തൊക്കെയാണ് നൽകുന്ന വിവരങ്ങൾ? സമീർ. ഉന്മേഷ്, നിലവിൽ മലപ്പുറം മേലാറ്റൂരിലാണ് പോലീസ് രേഖകളില്ലാത്ത പണം പിടികൂടിയിരിക്കുന്നത്. 74,50,000 രൂപയാണ് പോലീസ് പിടികൂടിയത്. മഞ്ചേരി സ്വദേശികളായ മൻസൂർ അലി, അബ്ദുൽ റഹീം, അജ്മൽ, നജീബ് എന്നിവർ സഞ്ചരിച്ച കാറിൽ നിന്നാണ് പണം പിടികൂടിയിരിക്കുന്നത്. ഈ പതിവ് വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനം പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 500 രൂപയുടെ നോട്ട് കെട്ടുകളാക്കി ഈ ടവേര കാറിൽ രഹസ്യ അറയുണ്ടാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് പറയുന്നത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. ആദായ നികുതി വകുപ്പിനും ഇഡിക്കും പോലീസ് റിപ്പോർട്ടും സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എവിടെ നിന്നാണ്, എങ്ങോട്ടാണ് ഈ പണം കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.
സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അടുത്തിടെ കോഴിക്കോട് തിക്കോടി കല്ലകത്ത് ബീച്ചിലെ മുങ്ങിമരണമൊക്കെ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടായിരിക്കും. ഇതിന് പിന്നാലെ ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷ കൂട്ടണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. ബീച്ചുകളിൽ ആവശ്യത്തിന് ലൈഫ് ഗാർഡ്മാർ ഇല്ലാത്തതും ദ്രവിച്ച ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു എന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സുന്ദരമാണ് നമ്മുടെ കടൽ തീരങ്ങൾ, പക്ഷേ അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നത് ആരും അറിയുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാം. അത്തരം സുരക്ഷാ സൗകര്യങ്ങൾ ഇല്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിക്കോടി കല്ലകത്ത് ബീച്ചിലെ 4 മുങ്ങിമരണങ്ങൾ. രണ്ടു ദിവസം മുൻപാണ് തിക്കോടി കല്ലകത്ത് ബീച്ചിൽ വയനാട്ടിൽ നിന്നെത്തിയ 4 വിനോദസഞ്ചാരികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇതിന് പിന്നാലെയാണ് സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യമുയർന്നത്. അപകടം തുറക്കഥയായിട്ടും MLA ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നില്ല എന്നാണ് പ്രധാന ആരോപണം. പ്രാഥമിക സൗകര്യങ്ങളോ ലൈറ്റോ എന്തിന് അപായ സൂചനാ ബോർഡുകളോ ഇവിടെ ഇല്ലെന്നാണ് പരാതി. പ്രാഥമികമായ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മതി ഇവിടുത്തെ ഈ ടൂറിസം വികസനവും അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് ബീച്ച് ഇനി അങ്ങോട്ട് ഉപയോഗിക്കാനെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് അവരുടെ സൈൻ ബോർഡ്, അപായ മേഖലകൾ തിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോർഡുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ ഇതൊക്കെ ഏർപ്പെടുത്തി ഏറ്റവും പ്രധാനമായിട്ടും ഒരു ശൗചാലയം പോലും ഇല്ല. വിനോദസഞ്ചാരികൾ എത്തുന്ന ജില്ലയിലെ മിക്ക ബീച്ചുകളിലും ഇതാണ് അവസ്ഥ. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന കോഴിക്കോട് ബീച്ചിൽ 4 ലൈഫ് ഗാർഡുമാരാണുള്ളത്. ഇതിൽ ഒരു ദിവസം 2 പേർ മാത്രമാണ് ജോലിയിലുള്ളത്. ഇവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണിത്. ഒരു കിലോമീറ്ററോളം ലെങ്ത്തുള്ള ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. ഇത്രയും ലെങ്ത്തുള്ള ബീച്ചിലാകെ 4 പേര് ഒരു ദിവസം ഡ്യൂട്ടിക്കുണ്ടാകുക. ഒരു ദിവസം 2 പേര്, അടുത്ത ദിവസം അവർക്ക് ലീവ് 2 പേര് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. പല ഭാഗത്തുനിന്ന് ആളുകൾ ഇറങ്ങുന്ന ബീച്ചാണ്. കാരണം മെയിൻ എൻട്രൻസ് ഒന്നും ഇല്ല, എല്ലാ ഭാഗത്തും തുറന്നുകൊണ്ട് ഇരിക്കുന്ന ബീച്ചാണ്ട് എല്ലാ ഭാഗത്തുനിന്ന് ആളിറങ്ങും. 2 പേരെ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഈ ബീച്ചിൽ ഡ്യൂട്ടി എടുക്കുന്നത്. ജാക്കറ്റും റെസ്ക്യൂ ട്യൂബും സാധനങ്ങളെല്ലാം ഉണ്ട്, റെസ്ക്യൂനുള്ള ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് വെക്കാനുള്ള സൗകര്യമില്ല. ഞങ്ങൾക്ക് ആകെ കൊണ്ടുവരുന്ന സാധനം ഇതാണ്. ഇതിനെ കിട്ടിയിട്ട് 6 വർഷത്തോളം പഴക്കമുണ്ട് ഈ സാധനത്തിന്. ഇതിൻ്റെ ബെൽറ്റൊക്കെ ശരിക്കും ദ്രവിച്ചിരിക്കുകയാണ്. ഒരാൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ബെൽറ്റെല്ലാം പൊട്ടിയിട്ട് ഞങ്ങളെ ജീവൻ വരെ ചില സമയത്ത് അപകടത്തിൽപ്പെടാം. കാലപ്പഴക്കമുള്ള സാധനമായതുകൊണ്ട് മാത്രം. അതും രാത്രി 7 മണിവരെ മാത്രമാണ് ജോലി സമയം. അതിനുശേഷം അപകടമുണ്ടായാൽ സുരക്ഷയൊരുക്കാൻ ആളില്ല. അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങുന്ന ലൈഫ് ഗാർഡുമാർക്ക് മതിയായ സൗകര്യവും ഉപകരണവും വേണം. കടലിൽ ഇറങ്ങുന്നവരുടെ പോലെ തന്നെ വിലപ്പെട്ടതാണ് ലൈഫ് ഗാർഡുമാരുടെ ജീവിതവും. ദ്രവിച്ച ഉപകരണങ്ങൾ വെച്ച് എങ്ങനെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങും എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ നമ്മുടെ പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. നേരത്തെ നമ്മളൊരു തട്ടിപ്പ് വാർത്ത നൽകിയിരുന്നു. ഒരു അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് കണ്ണൂരിലൊക്കെ ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ കൊടുക്കുന്ന പരിപാടി കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് ഈ തട്ടിപ്പിന് പ്രേരക ശക്തിയായി മാറിയോ എന്നുള്ള സംശയമാണ് അവിടെ പ്രകടമാകുന്നത്. മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് ഓസിന് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഈച്ച പൊതിയുന്ന പോലെയല്ലേ ആളുകളൊക്കെ പൊതിയുക എന്നുള്ളതാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ നിലപാടിൽ ഒരു വിമർശനം ഉന്നയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വസന്തകുമാരി പറയുന്നത് കടലിൽ ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങണം എന്നാണ് ഇപ്പോൾ ഈ ലൈഫ് ഗാർഡുകളുടെ സ്റ്റോറി നമ്മൾ നൽകിയതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പ്രതികരണം വസന്തകുമാരി. ഇപ്പോൾ തിരുനെല്ലിയിൽ നിന്നൊരു പ്രേക്ഷകൻ, അദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ് മനസ്സിലാക്കുന്നത്. രാജു നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ശ്രീ രാജു, എന്താണ് പറയാനുള്ള കാര്യം? പറഞ്ഞോളൂ. നമ്മള് പിന്നെ സ്ഥലത്ത് കൂട്ട കുറെ സമരങ്ങളൊക്കെ ചെയ്തിട്ടു ഈ ഒരു തിരുനെല്ലി സ്റ്റേഷന്റെ മതിൽ കെട്ടി മാവേലി ഭീഷണി എന്ന് പറഞ്ഞ് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ആദിവാസികളുടെ സ്ഥലത്ത് കൂടിയാണ് ഇവര് വാന്തി പിന്നെ നമ്മളെ കുടിവെള്ള പൈപ്പൊക്കെ പൊട്ടിച്ച് 1 മാസത്തിനടുത്തായി ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ടും നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ പേരിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആദിവാസികളായാലും എല്ലാവരും ഒഴിവായിപ്പോയി. ബാക്കിയുള്ളവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാൽ ഈ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പഞ്ചായത്തിന്റെ എല്ലാ മെമ്പർമാരെല്ലാം അറിയിച്ചിട്ടുണ്ട്. അവർ തിരിഞ്ഞു നോക്കാണ്ടാണ് ഈ അവരും കൂടി അവരോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഉള്ള ഒരു പരിപാടിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. രാജു, ഈ എന്തിനു വേണ്ടിയാണ് ഈ മതിലിങ്ങനെ പണിയുന്നത്? എന്ത് പദ്ധതിയാണ്? മാവേലിസ്റ്റ് ഭീഷണി എന്തെന്നും പറഞ്ഞുകൊണ്ടാണ്. മാവേലിസ്റ്റും ഇല്ല.
അങ്ങനെയാണ് മതിൽ കെട്ടിയിട്ട് അവർ അതിന്റെ മുകളിൽ കമ്പിയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ അതിർത്തി അടുത്താണ് ഈ പിന്നെ ഇതിലുള്ള സ്ഥലം ഉള്ളത്. ശരി, അപ്പോൾ അതിന്റെ ഭാഗമായി ഈ കുടിവെള്ള പൈപ്പൊക്കെ പൊട്ടിപ്പോയി, പക്ഷേ അത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല അല്ലേ? പണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നേരത്തെ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, നമ്മളെ ആളോട് പറഞ്ഞു അതൊന്ന് പൈപ്പൊന്ന് റെഡിയാക്കിയിട്ട് പോകണം, കോൺട്രാക്ടറിനോട് പറഞ്ഞു. അപ്പോൾ റെഡിയാക്കിയിട്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ പോയി നോക്കുമ്പോൾ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്, പൈപ്പൊന്നുമില്ല. നാളെ ലീവ് ആയിരിക്കും. നാളെ ഞങ്ങൾ കുടിവെള്ളം. ഇത് എന്ന് നടന്ന സംഭവമാണ്? ഒരുപാട് നാളായോ അതോ അടുത്ത ദിവസങ്ങളിലാണോ? ഞങ്ങൾ സ്ഥലത്തോട്ടൊക്കെ ഇവര് സ്ഥലം കയ്യേറിയതിന് ശേഷം ഞങ്ങൾ കുറെ സമരത്തിലൊക്കെ നിന്നു. അപ്പോ പിന്നെ സമരത്തിൽ കുറെ ആൾക്കാരൊക്കെ ആ സമയത്തുണ്ട്. പിന്നെ എല്ലാം കൂട്ടിട്ട് ആദിവാസികളായതുകൊണ്ട് ആദിവാസി പോലീസ് വന്ന് പേടിപ്പിക്കില്ല, ടണ്ടർ ബോട്ടെല്ലാം വന്ന് പേടിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരും പിന്നെ ബാക്കോട്ട് പോയി. ഞാൻ കേസ് ആക്കി കളയുമെന്ന് വിചാരിച്ചിട്ട്. ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം ശ്രീരാജ്, നമുക്ക് മനസ്സിലായി, ആ വിഷയം മനസ്സിലായി. നമ്മുടെ വയനാട്ടിലെ റിപ്പോർട്ടർ നമ്മൾ ഇക്കാര്യങ്ങൾ അറിയിക്കുക, എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് അന്വേഷിക്കാൻ അവിടെ അറിയിക്കാം കേട്ടോ. നന്ദി ശ്രീരാജു, അവിടെ നിന്നുള്ള ഈ ജനകീയ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന്. നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. നാട്ടിലേക്ക് ഒരു KSRTC ബസ് വേണമെന്ന ആവശ്യമുയർത്തി ഹർത്താൽ നടത്താൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ട തണ്ണിത്തോട് നിവാസികൾ. 5 വർഷം മുൻപ് നിർത്തിയ KSRTC സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ നടത്തുമെന്നാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. സ്വകാര്യ ബസ് ലോബിയുടെ ഇടപെടലാണ് KSRTC ബസ് സർവീസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് തണ്ണിത്തോട് എത്തിയത് എന്നാണ് ഉയരുന്ന ആരോപണം. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട മലയോര മേഖലയാണ്, കോന്നിയിലെ പ്രധാനപ്പെട്ട മലയോര മേഖലയാണ് കരുമാൻതോട്, തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശം. ഈ പ്രദേശത്തേക്ക് KSRTC ബസ് ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് മറ്റു മേഖലകളിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായി നിർത്തിവെച്ചിരിക്കുകയാണ്. KSRTC ബസ് നിർത്തിവെക്കാനുള്ള കാരണങ്ങൾ ജനങ്ങൾക്കറിയില്ല. അവർ എന്തായാലും വലിയ സമരത്തിനൊരുങ്ങുകയാണ് KSRTC ബസ് ആവശ്യപ്പെട്ടുകൊണ്ട്. തണ്ണിത്തോട്, തേക്കുതോട്, കരുമാൻതോട് മലയോര മേഖലയാണ്. കോന്നിയിലേക്കും പത്തനംതിട്ടയിലേക്കുമൊക്കെ ഇന്നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വന്നു പോകണമെങ്കിൽ ബസ് സർവീസ് തന്നെ ശരണം. പണ്ട് രാവിലെ KSRTC ബസ്സിൽ ഒന്ന് കയറിയിരുന്നാൽ മതി, തിരുവനന്തപുരത്തേക്കും ഗുരുവായൂരിലേക്കുമൊക്കെ തണ്ണിത്തോട് നിന്ന് നേരിട്ട് പോകാമായിരുന്നു. 5 വർഷം മുൻപ് പതിയെ KSRTC ബസ് സർവീസ് അവസാനിപ്പിച്ചു. കേരളത്തിൽ KSRTC സർവീസ് ഇല്ലാത്ത ഏക പഞ്ചായത്താണ് തണ്ണിത്തോട് പഞ്ചായത്ത്. ഏതാണ്ട് 16-ലധികം കിലോമീറ്റർ വനത്താൽ ചുറ്റപ്പെട്ടൊരു പഞ്ചായത്താണ് തണ്ണിത്തോട് പഞ്ചായത്ത്. സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് KSRTC സർവീസിനെയാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് KSRTC സർവീസ് ഇവിടെ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നു. പക്ഷേ നാളിതുവരെ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. നിയമസഭയിലടക്കം ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അടക്കം ബസ് വിട്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ ബസ് വരുന്നില്ല. ഇപ്പോൾ ബസ് വരാത്തതിന് പിന്നിൽ എന്താണെന്നുള്ള കാര്യം നാട്ടിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകൾ മാത്രമാണ് ഇന്നാട്ടുകാരുടെ ഏക ആശ്രയം. അതുപക്ഷെ പത്തനംതിട്ടയിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ കഴിയും. അത്യാവശ്യത്തിനൊന്ന് പെട്ടെന്ന് പോയി വരണമെങ്കിൽ കാര്യം നടക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകേണ്ടവരുണ്ട്, RCC പോകുന്നവരുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകേണ്ടവരുണ്ട്. സമയബന്ധിതമായി പോകാനൊക്കത്തില്ല. അതുകൂടാതെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, ഇപ്പോൾ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു. സമയത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ ഇവിടെ ഇല്ല. ഇവിടുന്ന് പിന്നെ ടാക്സി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 5:40 ഒരു വണ്ടിയേ ഉള്ളൂ. ആ വണ്ടിക്ക് പോകുന്നത് ചിലപ്പോൾ 7 മണിക്കോ 8 മണിക്കോ അടച്ചിടേണ്ടിയായിരിക്കും. അപ്പോൾ ഇവിടെ മറ്റ് ടാക്സി സർവീസുകൾ ആശ്രയിച്ചാണ് പോകുന്നത്. കഥയിൽ ഇനിയുമുണ്ട് ഏറെ പറയാൻ. ഇതുവഴി സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് രാത്രി പ്രദേശത്ത് നിർത്തിയിട്ടിരുന്നപ്പോൾ സാമൂഹ്യ വിരുദ്ധർ അതിന്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു. ഇതോടെ KSRTC ജീവനക്കാർക്ക് ഇതുവഴി സർവീസ് നടത്താൻ ഭയവുമായി. ഇവിടെ വാഹനം അടിച്ചു പൊട്ടിച്ചത് അതിൻ്റെ പിന്നിൽ ശക്തിയുണ്ട്. അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പോലും ഇതുവരെ പിടിച്ചിട്ടില്ല. അതിനും ഒരു മറയുണ്ട് ഇവിടെ, അതിനും പിന്നൊരു ശക്തിയുണ്ട്. ഇത് പ്രൈവറ്റ് ലോബിയെ സഹായിക്കുന്നതോടൊപ്പം തന്നെ അതിന് ഈ KSRTC ഗതാഗതത്തെ ഇവിടെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ KSRTC അധികൃതർ പറയുന്നത് ബസിന്റെ അവസാന സ്റ്റോപ്പായ കരുമാൻതോട്ടിൽ പാർക്കിംഗ് സൗകര്യമില്ല എന്നാണ്. പാർക്കിംഗ് സൗകര്യവും ജീവനക്കാർക്ക് താമസ സൗകര്യവും ഏർപ്പെടുത്താമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഉറപ്പ്.
സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കാനായി ചിലർ ഇടപെടുന്നുവെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തി. അടുത്തത് പത്തനംതിട്ട KSRTC ഡിപ്പോ വളയൽ സമരമാണ്. ഫെബ്രുവരി മാസം തന്നെ പഞ്ചായത്തിൽ KSRTC സർവീസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തര ഇടപെടൽ വേണം. KSRTC ബസ് സർവീസ് തണ്ണിത്തോട് തേക്കുതോട് മേഖലയിൽ നിന്ന് സർവീസ് നടത്തണം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഒരുപാട് കാലമായി തണ്ണിത്തോട് നിവാസികൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് പക്ഷേ അധികൃതർ മുഖം തിരിക്കുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. ആവശ്യങ്ങൾ ഇനിയും അംഗീകരിച്ചില്ലെങ്കിൽ വലിയ സമരം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് അവർ നൽകുന്നുണ്ട്. KSRTC അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഒരു പരിഹാരം കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏകദേശം 20,000 ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ തണ്ണിത്തോട് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ പഞ്ചായത്തിൽ KSRTC സർവീസ് നിർത്തിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. കോവിഡിനെ തുടർന്നാണ് ആദ്യം ഈ സർവീസ് നിർത്തിയതെങ്കിലും അത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളോട് ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു താമസ സൗകര്യമായിരുന്നു. അപ്പോൾ അവർ പറയുന്നതിൻ്റെ അനുസരിച്ച് അതിന് മുമ്പ് തന്നെ ഇവിടെ ജനങ്ങളെ ഇവിടുത്തെ കുറേ ചെറുപ്പക്കാർ കൂടിയ ഇവിടെ ഒരു റൂം എടുത്ത് കൊടുക്കും. ഈ പള്ളിയുടെ ബാത്റൂം അവർക്ക് സൗകര്യപ്രദമായിട്ട് ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഇവിടെ മുൻകാലത്ത് വണ്ടി വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ബസ്സിന് ആവശ്യമായ താമസ സൗകര്യം ഒരുക്കി അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും ബസ് വരാൻ തയ്യാറാകുന്നില്ല. ഇവിടെ കുറച്ച് ആൾക്കാർ ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പം നമ്മളൊരു പൗരസമിതി രൂപീകരിച്ചു. ഇവിടെ പല രാഷ്ട്രീയ കക്ഷിക്കാരും ഇവിടെ റൂം എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവിധ രാഷ്ട്രീയ കക്ഷികളും റൂം എടുത്തിട്ടിട്ട് ഇന്ന് വരും വണ്ടി വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇവിടെ വണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സ്ഥിരം ബസ് യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ വണ്ടിയൊന്നുമില്ല. ഞങ്ങൾക്ക് ദൂരെയോട്ടൊക്കെ പോകണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോ വിളിച്ച് കോന്നി വരെ പോയി 1000 രൂപ കൊടുത്ത് പോയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരുവനന്തപുരം ബസ്സിന് ഞാൻ ചിത്രയിലെ ചികിത്സക്കാരിയാണ് എൻ്റെ ഒരു മോള് അയ്യാത്ത അതിനെ കൊണ്ട് പോകുന്ന വർഷത്തിൽ 3-4 പ്രാവശ്യം പോകും. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ മോടെ കുഞ്ഞിനെയാണെങ്കിൽ രാവിലെ തിരുവല്ല കൊണ്ടുപോകണം. അന്നേരം ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയിലേക്ക് വീണ്ടും. 10 വർഷം മുൻപ് മലപ്പുറം ജില്ലയിൽ കുട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയുണ്ട്. പയ്യനാട് വ്യവസായ എസ്റ്റേറ്റ്. വർഷങ്ങൾക്കിപ്പുറം പാതി വഴിയിൽ നിലച്ചുപോയ ഒരു കെട്ടിടം മാത്രമാണ് ഈ പദ്ധതി. നിർമ്മിച്ച കെട്ടിടത്തിന് ബലക്ഷയം കണ്ടെത്തിയതാണ് കാരണം. ചെലവഴിച്ച പണം വെള്ളത്തിലായില്ലേ എന്ന് ജനം ചോദിക്കുന്നു. ഇതാണ് ആ പണിതീരാത്ത കെട്ടിടം. വലിയ പ്രതീക്ഷയിൽ വന്ന പയ്യനാട്ടെ വ്യവസായ എസ്റ്റേറ്റ്. 10 വർഷമാകുന്നു. പണിയുമില്ല, ഇപ്പോൾ പദ്ധതിയുമില്ല. ഇതാ ഈ കെട്ടിടത്തിന് ചെലവഴിച്ച ലക്ഷങ്ങൾ വെള്ളത്തിലായതുപോലെ. ഒരു ബലക്ഷയം കണ്ടെത്തിയതായിരുന്നു ആദ്യം കാരണമായി പറഞ്ഞത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നതിന് സർക്കാർ ചിലവിൽ സ്ഥിരം വേദി ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. റബ്ബറിന്റെ പുതുതലമുറ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന 16 ചെറുകിട യൂണിറ്റുകൾ വിഭാവനം ചെയ്തു. 2012 UDF സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ടു. 2015 കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചു. 3 കോടി ചിലവിൽ 3000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം. സിഡ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. അവർ കരാർ നൽകി. 2ാം നില പൂർത്തിയായതോടെ കെട്ടിടത്തിന് ബലക്ഷയം എന്ന പരാതി ഉയർന്നു. കോഴിക്കോട് NITയിൽ നിന്ന് സംഘം പരിശോധന നടത്തി. കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ വലിയ യന്ത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ഈ താഴത്തെ പില്ലറുകൾക്കില്ല എന്നുള്ളതായിരുന്നു NIT സാങ്കേതിക വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇതോടുകൂടി കരാറുകാരനോട് ഈ കെട്ടിടത്തിന്റെ ബലം കൂട്ടണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു. അധിക ബാധ്യത വരുമെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാരൻ പ്രവൃത്തിയെടുക്കാൻ തയ്യാറായില്ല. ഇതോടെ വ്യവസായ വകുപ്പ് തിരിച്ചും ഫണ്ട് കൈമാറിയില്ല. കരാറുകാരൻ കോടതിയെ സമീപിച്ചു. കേസ് ഇപ്പോഴും കോടതിയിൽ. കെട്ടിടമാകട്ടെ ഇതാ ഇങ്ങനെയും. അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ച് ഈ കെട്ടിടം പൂർണ്ണമാക്കി ഇവിടുത്തെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉടനെ തന്നെ അത് പൂർത്തിയാക്കി ഒരുപാട് തൊഴിലില്ലാത്ത ആളുകൾക്ക് ഒരു തൊഴിൽ കൂടി ആണ് എന്നുള്ളതാണ്.
നൽകിയ ഡ്രോയിങ് അനുസരിച്ചുള്ള നിർമ്മാണം നടന്നിട്ടുണ്ടെന്നും മുടക്കിയ പണം ലഭിക്കണമെന്നും കരാറുകാരൻ വാദിക്കുന്നു. അപാകതകൾ പരിഹരിച്ചാലേ പണം നൽകാനാകൂവെന്ന് വ്യവസായ വകുപ്പും. ഈ തർക്കത്തിന് 10 വർഷങ്ങൾക്കിപ്പുറവും പരിഹാരമില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹൈക്കോടതിയിലെ കേസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അധികൃതർ. അതുപോരാ, വ്യവസായ വകുപ്പിന്റെ കൃത്യമായ ഇടപെടലുണ്ടാകണം. പണി തുടങ്ങണം, ഇത് പ്രവർത്തിക്കണം. കാരണം 30ഓളം സംരംഭകർക്കും അനേകം തൊഴിലാളികൾക്കും ഉയർന്നു വരാനുള്ള ഒരു വഴിയാണ് ഇങ്ങനെ അടഞ്ഞ് കാടുമൂടി കിടക്കുന്നത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ തന്നെ കേന്ദ്ര ബജറ്റ് ദിനമാണ്. വിവാദ പരാമർശവുമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്ത് വരുന്നു. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ആദ്യം സഹായം നൽകുന്നത് എന്നാണ് ബജറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട്. കേരളം പിന്നാക്കമാണെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കൂ എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. പ്രതികരണത്തിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല. ഗവൺമെന്റ് അല്ലല്ലോ. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ? അതിന് മുതലാളിമാർ ചോദിക്കും, ഞങ്ങൾ മുതലാളിമാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, കേരളത്തിനെ അവഗണിച്ചോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണോ അദ്ദേഹത്തിന്റെ വിശദീകരണം? ഉന്മേഷ, ഈ പ്രതികരണത്തിനുള്ള പശ്ചാത്തലം എന്നുള്ളത് കാലാകാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളിൽ ഈ ബജറ്റ്, ഇതുവരെയുള്ള ബജറ്റിലും ഒരു പ്രഖ്യാപനം ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിനാണ് ഈ വിചിത്രമായ വാദം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയത്. അതായത് നിലവിൽ നോർത്ത് ഈസ്റ്റിന്റെയും ജമ്മു കാശ്മീരിന്റെയും അടക്കം വികസനങ്ങൾ നടത്തി നിലവിൽ ഈസ്റ്റ് മേഖല, അതായത് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വികസനത്തിനായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതായത് ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് പരിഗണനയിൽ വരുന്നത്. മാത്രമല്ല, ഏറെ വിചിത്രമായ വാദം എന്നത് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം ആദ്യം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ സഹായം ലഭിക്കുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ആ ഒരു പ്രസ്താവന. റോഡില്ല, വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പരിശോധിച്ച് ഒരു കമ്മീഷൻ പരിശോധിച്ച് അത് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകും. അപ്രകാരം ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലാണ് ജോർജ് കുര്യന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലെ ഒരു വിചിത്രമായ വാദമായിരുന്നു ജോർജ് കുര്യൻ നടത്തിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ വധിച്ചു. സുരക്ഷാ സേന 8 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ബിജാപൂർ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്.